വയനാട് ദുരന്തഭൂമിയിലെ ദുരിതബാധിതർക്ക് വീടൊരുക്കുവാൻ ചായക്കട ഒരുക്കി മുണ്ടക്കയം 35-ാം മൈലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. നാട് ഒരുമിച്ച് വയനാട് ജനതയുടെ ദുരിതം മനസ്സിലേറ്റി കൈത്താങ്ങ് ആകുമ്പോൾ ഒപ്പം ചായക്കട നടത്തി പണം സമാഹരിച്ചിരിക്കുകയാണ് മുണ്ടക്കയം 35-ാം മൈലിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. പെരുവന്താനം പോലീസ് സ്റ്റേഷന് സമീപത്തെ ഉദയകുമാറും പ്രസാദ് കെ തങ്കരാജൻ നടത്തുന്ന ചായക്കടയിലാണ് പണസമാഹരണത്തിനായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു ദിവസം ഏറ്റെടുത്ത് നടത്തിയത്. പണപ്പെട്ടിക്ക് പകരം ചായക്കടയിൽ പണം നിക്ഷേപിക്കുവാനായി ബക്കറ്റാണ് വെച്ചിരുന്നത്. ഒരു ചായ കുടിക്കുവാൻ എത്തുന്നവർ പോലും നന്മയുടെ ലക്ഷ്യമറിഞ്ഞ് മനസ്സറിഞ്ഞാണ് ബക്കറ്റിൽ പണം നിക്ഷേപിച്ചത്. ഡിവൈഎഫ്ഐ മുണ്ടക്കയം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി നടത്തിയ നന്മക്കൂട്ടത്തിൽ നിരവധി പേരാണ് നിക്ഷേപിച്ചതെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ജ്യോതിഷ് ചന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെ ദുരിതം വലിയ രീതിയിലുള്ള വിഷയമാണ് കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. വീടുകൾ നഷ്ടപ്പെട്ട് കഴിയുന്ന ജനതയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ നിശ്ചയിക്കപ്പെടുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ആക്രി ചലഞ്ചുകൾ പോലുള്ള ക്യാമ്പയിൻ നടക്കുകയാണ്. ഈ അവസരത്തിൽ 35-ാം മൈലിൽ പ്രവർത്തിക്കുന്ന സേതുവിൻ്റെയും അതോടൊപ്പം തന്നെ ഉദയകുമാറിൻ്റെയും ഉടമസ്ഥതയിലുള്ള ചെറിയ കട, ആ കടയിലെ ഒരു ദിവസത്തെ വരുമാനം ഡിവൈഎഫ്ഐ വെച്ച് നൽകുന്ന വീടിലേക്ക് സംഭാവന നൽകാൻ വേണ്ടി ആ സ്ഥാപനത്തിലെ പണിക്കാരും ഓണറും കുടുംബാംഗങ്ങളെല്ലാം നിശ്ചയിക്കപ്പെടുകയാണ്. ആ അവസരത്തിൽ ഡിവൈഎഫ്ഐ 35-ാം മേഖലാ കമ്മിറ്റിയെ അത് അറിയിക്കുകയും 35-ാം മേഖലാ കമ്മിറ്റി അവരുമായി ചേർന്നുകൊണ്ട് ഈ സേവനത്തിൽ പങ്കാളികളായിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ദുരന്ത സമാഹരണ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്കും ഭാഗവാക്കാകുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കട ഉടമ ഉദയകുമാറും പങ്കുവച്ചു. ഞാൻ ഡിവൈഎഫ്ഐയുടെ ആൾക്കാർ വന്ന് കടയിൽ നിന്ന് ആവശ്യപ്പെട്ട് വയനാട്ടിലെ ദുരന്ത ആൾക്കാർക്ക് വേണ്ടി അപ്പോൾ ഞാൻ കട വിട്ടു കൊടുക്കുകയും അവരുടെ ഭാഗത്ത് നല്ല സഹകരണം ഉണ്ടായി. ഇനി മുന്നോട്ട് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ പാർട്ടി നോക്കാൻ സഹായിക്കുന്നതാണ്. രാവിലെ മുതൽ രാത്രി വരെ ചായക്കടയിൽ നിന്നും ലഭിച്ച തുക ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അനൂപിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.